ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഒരു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്ക് നോക്കാം. ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് കൊഹസീവ്നെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൊഹെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്, മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് വേണ്ട രീതിയിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക. കൊഹെഷൻ ശരിക്കും ഒരു ഫോഴ്സിന്, ഒരു ബലം, അതിനെയാണ് കാണിക്കുന്നത്. വിച്ച് കീപ്സ് ടുഗെദർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെങ്കിലും അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണല്ലോ അവരുടെ ശക്തി കാണിക്കേണ്ടത്. അപ്പോൾ കോഴ്സേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർപേഴ്സണൽ അട്രാക്ഷൻ എമംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി, സഹകരണത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് കോഴ്സീവ്നെസ് മീൻസ് ദ ഡിഗ്രി ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ടു ദെയർ ഗ്രൂപ്പ്സ്. ആ ഒരു ഗ്രൂപ്പ്സിലെ ഓരോ മെമ്പേഴ്സും മറ്റുള്ള മെമ്പറുമായിട്ട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് എന്ന് കാണിക്കുന്നതിനാണ് ഗ്രൂപ്പ് കോഴ്സീവ്നെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അട്രാക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ ഗ്രൂപ്പ് ഇൻ ടേംസ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ഫോഴ്സസ് ഓൺ ഇൻഡിവിജ്വൽ മെമ്പർ ടു റിമെയിൻ ആക്റ്റീവ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് ടു റെസിസ്റ്റ് ലീഡിങ് ഇറ്റ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൽ മറ്റുള്ള മെമ്പേഴ്സുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നത്. കോഴ്സീവ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഒരു ഗ്രൂപ്പ് കോഴ്സീവ് ആണെങ്കിൽ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് ഈസ് സ്മോൾ. അവിടെ നമുക്ക് ഈ ഒരു കോഴ്സീവ്നെസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ടീമിൽ നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. ഒരു 5 or 10 ഒക്കെ വരെയുള്ളവരൊക്കെ പറ്റുള്ളൂ. വലിയൊരു ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു കാര്യങ്ങൾ നടക്കില്ല. മെമ്പേഴ്സ് ഇൻട്രാക്ട് എമംഗ് ദംസെൽസ് ഫ്രീക്വൻ്റ്ലി. കാരണം അതിലുള്ള മെമ്പേഴ്സ് എപ്പോഴും നിരന്തരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കണം. ഗ്രൂപ്പിന് ലോയൽറ്റി കൂടുതലായിരിക്കണം. അതേപോലെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഹൈ സ്റ്റാറ്റസ് അവിടെ ഫീൽ ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഗ്രൂപ്പിന് പൊതുവായിട്ടുള്ള താല്പര്യമാണ് ഗ്രൂപ്പിന് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. അവരുടെ മെമ്പേഴ്സ് അവരുടെ ഗോൾസും നോംസും ഒക്കെ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഔട്ട്സൈഡിൽ നിന്ന് ഒരു ത്രെട്ട്, ഒരു ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ ആ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് എന്താണ്, അവരെ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ ആ ത്രെട്ടിനെ എതിരെ നീങ്ങണം എന്നുള്ളതാണ് പറയണത്. മെമ്പേഴ്സിന് ഫീൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ നീഡ്സൊക്കെ ആ ഗ്രൂപ്പിലൂടെ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ആ ഗ്രൂപ്പിൻ്റെ ഒപ്പം നിലകൊള്ളാൻ റെഡി ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ഗ്രൂപ്പ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് പാസ്റ്റ് സക്സസ്. നമ്മളൊരു ഗ്രൂപ്പിൽ ചേരുമ്പം മുന്നേ അവർക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഷെയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് എമംഗ് ദംസെൽസ്. അതിൽ തന്നെയുള്ള മെമ്പേഴ്സ് അവരുടെ ആറ്റിറ്റ്യൂഡ്സും വാല്യൂസും ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് പറയുന്നത്. ഇതാണ് ഗ്രൂപ്പ് കോഴ്സീവ്നെസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ഒന്ന്, ഇൻട്രാക്ഷൻ ഉണ്ടാവുക. ത്രെറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. സിവിയറിറ്റി ഇനീഷ്യേഷൻ, കോപ്പറേഷൻ, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്, ഡിഗ്രി ഓഫ് ഡിപ്പെൻഡൻസ്, അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്, സ്റ്റാറ്റസ് ഓഫ് ഗ്രൂപ്പ്, മാനേജ്മെൻറ്റ് ഡിമാൻഡ് ആൻഡ് പ്രഷേഴ്സ്, സൈസ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഒരു പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് 11ാമത്തെ ലീഡർഷിപ്പും അതേപോലെ തന്നെ കോമ്പറ്റീഷനാണ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് വൺ ഇൻട്രാക്ഷനാണ്. ഗ്രൂപ്പ് കോഴ്സീവ്നെസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മെമ്പേഴ്സ് എപ്പോഴും പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലുള്ളവരായിരിക്കണം. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അവരുടെ ആശയങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റണം. ഇനി ഒരു യൂണിഫയർ പെർട്ടിക്കുലാരിറ്റി എന്ന് പറയുന്നത്, ഒരു ഔട്ട്സൈഡ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഭീഷണി നമുക്ക് വരുമ്പം നമ്മളെല്ലാവരും സഹകരിച്ച് തന്നെ അതിനെ ഓവർകം ചെയ്യാം. അതേപോലെ തന്നെ ഒരു രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് അവിടെ കൊടുക്കാൻ പാടില്ല. സിവിയറിറ്റി ഇൻ ഇനീഷ്യേഷൻ പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ഗെറ്റിംഗ് അഡ്മിഷൻ ഇൻ ടു ഗ്രൂപ്പ് ഓൾസോ അഫക്റ്റ് കോഴ്സീവ്നെസ്. നമുക്ക് ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും ഓടിക്കയറാൻ പറ്റുന്ന ലെവലിലാവില്ല ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് എൻട്രി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. കോപ്പറേഷൻ എന്ന് പറയുന്നത് പരസ്പരം നല്ലൊരു സഹകരണ മനോഭാവം എല്ലാവരിലും ഉണ്ടായിരിക്കുക. എല്ലാവരുടെ ആറ്റിറ്റ്യൂഡും വാല്യൂസിനൊക്കെ വേണ്ട ഒരു വില കൊടുത്തുകൊണ്ട് പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരും ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഡിഗ്രി ഓഫ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അതാണ്. ഇൻഡിവിജ്വൽസ് ആണ് കൂടി ചേരുമ്പോൾ ഗ്രൂപ്പ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഗ്രൂപ്പിനെ കാണുന്നത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ്. അവരുടെ എക്കണോമിക്കും സോഷ്യൽ സൈക്കോളജിക്കൽ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനൊരു ഉപാധിയായിട്ടാണ്. അപ്പോൾ ഗ്രൂപ്പ് എപ്പോഴും എന്താ ചെയ്യുന്നത്, അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയെന്നാണ് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ നീഡ്സും. അതേപോലെ ഇൻഡിവിജ്വൽസിന് അട്രാക്റ്റീവായിട്ട് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഗോൾ അച്ചീവ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള സ്മോൾ ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ വർക്കിൻ്റെ പെർഫോമൻസും അവിടെ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അതേപോലെ അവിടെയുള്ള എൻകറേജ്മെൻറ്റും കോഴ്സീവ്നെസ്സും ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്.
സ്റ്റാറ്റസ് ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ടീം ജയിക്കുന്ന ഒരു ടീമായി മുന്നോട്ട് പോകുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് വരാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുവഴി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു നിലവാരം അതിന് പുലർത്താൻ സാധിക്കുന്നു എന്നാണ് സ്റ്റാറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് ഡിമാൻഡ് ആൻഡ് പ്രഷേഴ്സ്, കൂടാതെ ഓർഗനൈസേഷനിൽ എപ്പോഴും മാനേജ്മെൻറ്റ് എന്താണ് ഒരു ഇമ്പാക്റ്റ് അവിടെ ആ ഒരു ഗ്രൂപ്പ് കോസീനസിൻ്റെ മുകളിൽ. മെമ്പേഴ്സ് ഓഫ് ദ വർക്ക് ഗ്രൂപ്പ് സ്റ്റാൻഡ് ടുഗെദർ, എല്ലാ ഗ്രൂപ്പിലെ മെമ്പേഴ്സും അവനവൻ്റെ ഗ്രൂപ്പിന് വേണ്ടി നിലകൊള്ളുക വെൻ ദേ ആർ പ്രഷേർഡ് ബൈ സുപ്പീരിയർ ടു കൺഫോം ടു സം ഓർഗനൈസേഷൻ നോംസ്. ചില ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൺഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു പ്രഷർ അവിടെ ചെലുത്തേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അത് നേരിടുക. ആൻഡ് സൈസ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഗ്രൂപ്പ് കോഹെസീവ്നെസ് ഇൻക്രീസ് ആവുന്ന ഇൻട്രാക്ഷൻ കൂടുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുന്തോറും കോഹെസീവ്നെസ് അവിടെ കുറയും. ഗ്രൂപ്പ് സൈസ് ലാർജ് ആണെങ്കിൽ മെമ്പേഴ്സിനൊന്നും ഒരിക്കലും എപ്പോഴും എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. ഇൻട്രാക്ഷൻസ് അപ്പോൾ അവിടെ കുറയും. പിന്നെ അതേപോലെ ഡിസഗ്രിമെൻറ്റ്, പരസ്പരം അഗ്രി ചെയ്യാനും സാറ്റിസ്ഫൈ ചെയ്യാനൊക്കെ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവാം. പിന്നെ വരുന്നത് ലീഡർഷിപ്പാണ്. എബിലിറ്റി ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ability and capability of the leader determines what extent the members bend themselves within the group. ഒരു ഗ്രൂപ്പിൽ ചില കാര്യങ്ങൾ വരുമ്പം ചിലപ്പോൾ നമ്മൾ ഏറ്റവും താഴ്ന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വരിക. പക്ഷേ അത് തീരുമാനിക്കേണ്ട അവിടുത്തെ ലീഡറാണ്. ഓരോ വ്യക്തികളും എത്രത്തോളം വരെ അത് നമുക്ക് എത്ര വരയ്ക്ക് ചെയ്യാൻ പറ്റും. ഡൈനാമിക് ആൻഡ് എനർജറ്റിക് ലീഡർ മാത്രമാണ് അത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണെങ്കിൽ ഓരോ ഗോൾ അച്ചീവ് ചെയ്യാനും പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനും കൂടി അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെമ്പർ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അതായത് ഗ്രൂപ്പിൻ്റെ ഉള്ളിലെ ആളുകൾ തമ്മിൽ തന്നെ ഭയങ്കര മത്സരബുദ്ധി വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഡിസ്ട്രക്റ്റ് ആവും, നശിക്കും അത്. അതുകൊണ്ട് തന്നെ ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷനൊക്കെ കൂടുതലായിട്ട് ഗ്രൂപ്പ് കോഹെസീവ്നെസ്സിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഒരു ഗ്രൂപ്പ് ഇഫക്റ്റീവ്നെസ്സിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ഒന്ന്, ഗോളാണ്. നമുക്ക് കിട്ടുന്ന ലക്ഷ്യം എന്താണോ നമ്മുടെ ലക്ഷ്യം അതിനനുസരിച്ചാണ് നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ആ ഗ്രൂപ്പിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഗോളുകൾ അച്ചീവ് ചെയ്യാണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിലത്തെ ഓരോ മെമ്പേഴ്സും അവനവൻ്റെ ഗോൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ഇഫക്റ്റീവ്നെസ് ഭയങ്കര ഹൈ ആയിരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്നാണ് പറയുന്നത്. ഇനി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരെല്ലാം ഈക്വൽ ആയിട്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ സഫീഷ്യൻ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടണം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോപ്പർ അറ്റൻഷൻ അവർക്ക് കൊടുക്കണം. സജഷൻസും ഐഡിയാസും ഒക്കെ സ്വീകരിക്കണം. അതാണ് പാർട്ടിസിപ്പേഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീലിങ്സ് ആണ് അടുത്തത്. മെമ്പേഴ്സിന് ഫീലിങ്സ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. കാരണം അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുക അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് പ്ലാറ്റ്ഫോം കിട്ടിയാലാണ് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിൽ വളരെ കഷ്ടമുള്ള സാഹചര്യങ്ങളും അവിടെ ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. ഡയഗ്നോസിസ് ഓഫ് ഗ്രൂപ്പ് പ്രോബ്ലംസ്. ഇനി ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കാരണം കണ്ടെത്തി സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ലീഡർഷിപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നല്ലൊരു ലീഡർക്കാണ് വളരെ നല്ല രീതിയിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുപോലെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാനും അത് നല്ല രീതിയിൽ തന്നെ ആലോചിച്ച് തീരുമാനം എടുത്ത് ഒരിക്കലും ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഗ്രൂപ്പിലത്തെ എല്ലാ മെമ്പേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം. പിന്നെ പരസ്പരം ഉണ്ടാവേണ്ടത് വിശ്വാസമാണ്. മ്യൂച്വൽ ട്രസ്റ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ വളരെ സീക്രട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ പരസ്പരം ആരെയും ഒറ്റിക്കൊടുക്കാതെയും ഒക്കെ ചെയ്ത് ഒരു റിവെഞ്ച് എടുക്കാതെയും ഒരു പനിഷ്മെൻറ്റ് ഇടയാക്കാതെയൊക്കെ നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും വേണ്ടൊരു കാര്യമാണ്. എപ്പോഴും ഒരേപോലുള്ള കാര്യങ്ങൾ എന്നുള്ളതല്ല, പകരം എന്താണ് നമുക്ക് കുറച്ചുകൂടിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനൊക്കെ ഒരു അവസരം അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഒരു ഗ്രൂപ്പ് കോഹെസീവ്നെസ്സിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇനി ഈ ഒരു കാര്യങ്ങൾ ഇത്രയും പ്രോബ്ലം ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനെ കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ഗ്രൂപ്പും വർക്ക് ചെയ്യണമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. എൻ്റെ ഓരോ ഗ്രൂപ്പിലത്തെയും അവരുടെ ഫങ്ഷനിങ് എങ്ങനെ നടക്കണം, അവരുടെ കാര്യങ്ങൾ ഓരോ സമയത്തും അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ വിലയിരുത്തി കൊടുക്കുക.
അതേപോലെ തന്നെ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് നമ്മൾ ചോദിക്കുക. ആ ഗ്രൂപ്പ് ഫോം ചെയ്ത് പീരിയോഡിക്കലായിട്ട് എല്ലാ ആഴ്ചയും അവസാനിക്കുമ്പോൾ എന്തായിരുന്നു എൻ്റെ നിലവാരം എന്നുള്ള കാര്യങ്ങൾ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഫീഡ്ബാക്ക് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ഏറ്റെടുക്കുക. ഓരോ മെമ്പേഴ്സിനും പറയാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ പോരായ്മകൾ അതെല്ലാം നമ്മൾ തിരുത്തി കൊണ്ടുവരിക. ആ ഗ്രൂപ്പിനെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എല്ലാ മെമ്പേഴ്സിൻ്റെയും സവിധത്തിൽ തന്നെ നിന്നുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിന് ഒരു സൊല്യൂഷൻ കാണുക. ഗ്രൂപ്പ് കോഴ്സീനസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പും സ്മോൾ ആയിരിക്കണം. കാരണം ചെറിയ ഗ്രൂപ്പിലാവുമ്പോൾ നമുക്ക് എപ്പോഴും കാണാനും ഇൻട്രാക്ട് ചെയ്യാനും ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ എല്ലാറ്റിനും കൃത്യമായിട്ടൊരു സമയം അലോട്ട് ചെയ്ത് കൊടുക്കുക. പ്ലാൻ ചെയ്യാൻ ധൃതി പിടിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമയം, അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ചെറിയ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് മാസക്കണക്കിന് ആലോചിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് ആവശ്യമായ അളവിലുള്ള ഒരു സമയപരിധി എടുത്തുകൊണ്ട് വേണം നമ്മൾ ആ തീരുമാനങ്ങളൊക്കെ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് ഗീവ് ആഡക്വേറ്റ് അലൗ ഇനഫ് ടൈം ടു അക്കംപ്ലിഷ് ഇറ്റ്സ് ഗോൾസ് ആൻഡ് ടാസ്ക്. അതേപോലെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സമയം എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ കൊണ്ട് നമ്മുടെ ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ കപ്പാസിറ്റി നോക്കിയിട്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഗോളുകളും ടാസ്കുകളും ഒക്കെ നമ്മൾ ആ പറഞ്ഞ സമയത്തിൽ തന്നെ മാക്സിമം അക്കംപ്ലിഷ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ എല്ലാവർക്കും തുല്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്തം ഗ്രൂപ്പിലുണ്ട്. അതിൻ്റെ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് ഒരാളുടെ മിടുക്ക് കൊണ്ടോ തോറ്റു കഴിഞ്ഞാൽ ഒരാളുടെ പോരായ്മ കൊണ്ടോ എന്നുള്ള കുറ്റം പറച്ചിലുകൾ അവിടെ നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ എല്ലാവരും അതിന് ഉത്തരവാദികളാണ് എന്നുള്ള ചിന്താഗതി ആയിരിക്കണം നമ്മുടെ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്തത്. എന്താണ് ടീമിൻ്റെ കോഴ്സീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കോഴ്സീനസിനെ അഫക്റ്റ് ചെയ്യുന്നതും, അതേപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കി. ഇനി ആ ഗ്രൂപ്പ് എഫക്റ്റീവ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്